വിദ്യാസമ്പന്നരായ സ്ത്രീകൾ ഭർത്താവിന്റെ പണത്തെ ആശ്രയിക്കുന്നതിന് പകരം സ്വയം സമ്പാദിക്കണമെന്ന് സുപ്രീംകോടതി. വിവാഹം കഴിഞ്ഞ് 18 മാസത്തിനുള്ളിൽ ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ യുവതിയുടെ കേസ് പരിഗണിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്. പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. വിവാഹമോചനത്തിനായി ഇരു കക്ഷികളും ഒരുമിച്ച് തീരുമാനമെടുക്കുകയും ഡൽഹി കുടുംബക്കോടതിയിൽ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ സെക്കൻഡ് മോഷൻ സമയത്ത് യുവതി അതിൽ നിന്ന് പിന്മാറുകയാണുണ്ടായത്. അവർക്കിടയിൽ 20 കേസുകൾ നിലവിലുണ്ട്. യുവതി MBA ഡിഗ്രിയുള്ള IT പ്രൊഫഷണലാണ്. വിവാഹമോചനത്തിന് ജീവനാംശമായി അവർ ആവശ്യപ്പെട്ടത് 12 കോടി രൂപയും BMW കാറും മുംബൈയിൽ ഒരു ആഡംബര ഫ്ളാറ്റും. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്, ജസ്റ്റിസ് കെ. വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് NV അഞ്ചേരിയ അടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. സ്വന്തം നിലയിലാണ് യുവതി കേസ് വാദിച്ചത്. തന്റെ ഭർത്താവ് അതിധനികനാണെന്നും നിരവധി ബിസിനസ്സുകളുണ്ടെന്നും യുവതി. തനിക്ക് കുഞ്ഞിനെ വേണമായിരുന്നു, എന്നാൽ ഭർത്താവ് അതിന് തയ്യാറായിരുന്നില്ല. സ്കീസോഫീനിയാണ് തനിക്കെന്നും വിവാഹമോചനം വേണമെന്നും കാണിച്ച് ഭർത്താവാണ് കോടതിയെ സമീപിച്ചത്. ഭർത്താവ് കാരണം തന്റെ ജോബ് നഷ്ടമായെന്നും തനിക്കെതിരെ ഫാൾസ് FIR ഇട്ടു എന്നും യുവതി വാദിച്ചു. ജീവനാംശമായി യുവതി ആവശ്യപ്പെടുന്നത് വളരെ കൂടുതലാണെന്ന് ഭർത്താവിന്റെ ഭാഗം. യുവതി ഇപ്പോൾ താമസിക്കുന്നത് 2 പാർക്കിംഗ് സ്പോട്ടുകളുള്ള ഫ്ളാറ്റിലാണ്. അതിൽ നിന്നും അവർക്ക് വരുമാനമുണ്ട്. മ്യൂച്വൽ ഡിവോഴ്സിന്റെ സെക്കൻഡ് മോഷൻ സമയത്ത് യുവതി പിന്മാറിയത് കൂടുതൽ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയാണ്. മറ്റ് കേസുകൾ പിൻവലിക്കാമെന്ന് ധാരണയായതിൽ നിന്ന് പിന്മാറിയതും തെറ്റായ നടപടിയാണെന്ന് ഭർത്താവിന്റെ ഭാഗം. ഇരുഭാഗത്തെയും കേട്ടതിന് ശേഷം കോടതി യുവതിയോട് ചോദിച്ചത്, നിങ്ങൾ വിദ്യാഭ്യാസമുള്ളയാളാണ്, ജീവനാംശമായി ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ സമ്പാദിച്ചുകൂടെ? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വെറും 18 മാസം മാത്രമേ ആയിട്ടുള്ളൂ. BMW ആണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. ഓരോ മാസവും ഓരോ കോടി രൂപയാണോ ആവശ്യപ്പെടുന്നത്? ഭർത്താവിന്റെ പിതാവിന്റെ സ്വത്തിൽ അവകാശം ഉന്നയിക്കരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. കോടതി 2 ഓപ്ഷൻസ് യുവതിക്ക് നൽകുകയുണ്ടായി. മറ്റ് ബാധ്യതകളില്ലാതെ ലക്ഷറി അപ്പാർട്ട്മെന്റ് സ്വീകരിക്കാം, അല്ലെങ്കിൽ വൺ ടൈം സെറ്റിൽമെന്റ് എന്ന നിലയിൽ 4 കോടി രൂപ. ശേഷം നിങ്ങൾ പൂനെയോ ഹൈദരാബാദോ ബാംഗ്ലൂരോ IT മേഖലയിൽ ജോലി കണ്ടെത്തുക. IT മേഖലയിൽ ഒരുപാട് ഡിമാൻഡുണ്ട്. നിങ്ങൾ ഒരു വെൽ എഡ്യൂക്കേറ്റഡായ വ്യക്തിയാണ്. സ്വയം വരുമാനം കണ്ടെത്തുക, ഡിഗ്നിറ്റിയോടെ ജീവിക്കുക, കോടതി യുവതിയെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.